ഹലോ എവരി വൺ, ഇന്ന് നമുക്ക് സ്പീക്കിങ്ങിൻ്റെ മറ്റൊരു കാർഡ് എക്സ്പ്ലനേഷൻ നോക്കാം. ഓക്കെ, മറ്റൊരു കാർഡിൻ്റെ ഇൻട്രൊഡക്ഷനാണ് ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. എല്ലാവരും ഏറ്റവും കൂടുതലായിട്ട് ഡിഫിക്കൽട്ടായിട്ട് സ്പീക്കിങ്ങിൽ ഫീൽ ചെയ്യുന്ന ഒരു ഏരിയയാണ് ഇൻട്രൊഡക്ഷൻ. എങ്ങനെയാണ് പേഷ്യൻറ്റിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക? സ്പീക്കിങ്ങിൽ നമുക്ക് രണ്ട് ടൈപ്പ് ഓഫ് കാർഡ്സ് ഉണ്ട്. ഒന്ന് നോൺ കേസ്, അൺനോൺ കേസ്. സോ എങ്ങനെയാണ് നോൺ കേസ് ഐഡൻറ്റിഫൈ ചെയ്യുക? നോൺ കേസിൻ്റെ ഇൻട്രൊഡക്ഷൻ എങ്ങനെയാണ് അൺനോൺ കേസ് ഐഡൻറ്റിഫൈ ചെയ്യുക? അൺനോൺ കേസിൻ്റെ ഇൻട്രൊഡക്ഷൻ എങ്ങനെയാണ്? ഇതെല്ലാം വളരെയധികം കൺഫ്യൂസിങ് ആയിട്ടുള്ള ഒരു ഏരിയയാണ്. ഇന്ന് ഒരു കാർഡിൻ്റെ ഇൻട്രൊഡക്ഷൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. സോ ഞാൻ കാർഡ് ഷെയർ ചെയ്തിട്ടുണ്ട്, എല്ലാവരും കാർഡിലേക്ക് നോക്കുക. ഈ ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തിട്ടുണ്ട്. നമുക്ക് സെറ്റിംഗ് ആദ്യം നോക്കാം. കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്റർ സെറ്റിംഗ്, നമുക്ക് ഇന്ന സെറ്റിങ്ങിലാണ് നമ്മൾ ഈ ഒരു ഇൻസിഡൻറ്റ് നടക്കുന്നത് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് സെറ്റിംഗ് യൂസ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് നമുക്ക് നേഴ്സ് എന്നെഴുതിയിരിക്കുന്ന ഭാഗം വായിക്കാം. മിക്ക സ്റ്റുഡൻസും ഈ ഒരു 3 മിനിറ്റ്സ് തികയില്ലാത്തത് കൊണ്ട് അത് വായിക്കാറില്ല. അത് അവോയ്ഡ് ചെയ്യരുത്. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. എന്താണ് നമ്മുടെ ഒരു സ്ക്രിപ്റ്റ് എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നത് ഈ ഭാഗത്തു നിന്നാണ്. സോ നേഴ്സ് എന്നെഴുതിയിരിക്കുന്ന ഭാഗത്ത് യു ആർ സ്പീക്കിംഗ് വിത്ത് എ 35-year-old ഹു ഹാസ് റീസെൻ്റ്ലി ബീൻ ഡയഗ്നോസ്ഡ് വിത്ത് അനീമിയ. അവരുടെ ബ്രാക്കറ്റിൽ ഹീമോഗ്ലോബിൻ ലെവൽ കൊടുത്തിട്ടുണ്ട്. ദ ഡോക്ടർ ഹാസ് റെഫേർഡ് ഹെർ ഓർ ഹിം ടു യുവർ സെൻറ്റർ ഫോർ ഫർദർ അഡ്വൈസ് കൺസേണിങ് ദെയർ കണ്ടീഷൻ ആൻഡ് നെസസറി ഡയറ്ററി അഡ്ജസ്റ്റ്മെൻറ്റ്സ്. സോ ഫ്രം ദീസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ദിസ് ഈസ് എ നോൺ കേസ്. എങ്ങനെയാണ്? ഹാസ് റെഫേർഡ് ആണ്. റെഫേർഡ് ആയിട്ടുള്ളത് ഓൾറെഡി നമ്മൾക്ക് പേഷ്യൻ്റെ ഫേസ് അറിയില്ല, ബട്ട് വി നോ ദ പേഷ്യൻ്റ് ഡീറ്റെയിൽസ്. സോ വൈ ദ പേഷ്യൻ്റ് ഹാസ് ബീൻ റെഫേർഡ് ടു യു? പേഷ്യൻ്റ് ഓൾറെഡി ഹാസ് അനീമിയ. ദ ഡോക്ടർ ഹാസ് ബീൻ റെഫേർഡ് ടു യു ബിക്കോസ് ടു ഗീവ് അഡ്വൈസ് റിഗാർഡിംഗ് ഡയറ്ററി മോഡിഫിക്കേഷൻസ്. സോ നമുക്ക് ഇതിൻ്റെ ഇൻട്രൊഡക്ഷൻ എങ്ങനെ പ്ലാൻ ചെയ്യാം? ഇറ്റ്സ് എ നോൺ കേസ്, സോ ഹൗ വി ക്യാൻ പ്ലാൻ ദ ഇൻട്രൊഡക്ഷൻ? You can ask the patient name in 3 minutes preparation. Otherwise, you can confirm the patient name after starting the conversation. Good morning. Please be seated. My name is. You can tell your name. I am the registered nurse working in this community health center. May I confirm your name? So the patient will tell the name, and then you can go to the task. Find out if the patient has any question regarding the diagnosis. You can start with this question. So your first question will be, so do you know anything regarding your diagnosis? If you have any questions, please ask me. Then patient will ask you regarding the question, regarding the diagnosis. So you can move to the second task. Explain that iron is only sourced from the diet and it can be low in vegetarian without planning. So maybe the patient will say, I'm taking vegetarian diet, so I'm not able to understand why I have anemia. So you can reassure, don't get upset, Mr. John. I know that you are really upset about your present situation, but if you take vegetarian diet and you are not planned the diet, so you can cause anemia because it is very low iron in the vegetarian diet. So next വന്നിട്ട് നമുക്ക് reassure the patient it is treatable with the dietary modification. You can reassure the patient it can be treatable with the dietary modification. Second thing, find out further details about the patient dietary habits. Then you can ask regarding dietary habits. So whether she is a vegetarian or non-vegetarian, what kinds of diet she takes in her everyday life. So suggest ways in which the patient can increase his or her iron intake, in bracket beans, leaf green vegetables. So everything is there, what all are the food she needs to continue that they have given. You can give advice on this food. So you can advise the patient, you can take plenty of vegetarian diet which is containing iron. So give advice. Next, discuss in that reduce the consumption of coffee inhibits absorption of iron. So in this letter we can understand that the patient is really worried about a patient's anemia condition, and we understood that from her conversation or his conversation the patient is taking lots of coffee
സോ ഈ ഒരു റീസൺ മൂലമാണ് പേഷ്യൻറ്റിന് ഒരു കണ്ടീഷൻ വന്നിരിക്കുന്നത്. സോ അവർ ഡ്യൂട്ടി ഈസ് ടു അഡ്വൈസ് ദ പേഷ്യൻറ്റ് ടു റെഡ്യൂസ് ഓർ ക്വിറ്റ് ദിസ് ഹാബിറ്റ്. സോ നമുക്ക് പറഞ്ഞു കൊടുക്കാം, ഫ്രം യുവർ കോൺവെർസേഷൻ ഐ അണ്ടർസ്റ്റുഡ് ദാറ്റ് യു ഹാവ് എ ഹാബിറ്റ് ഓഫ് കൺസ്യൂമിങ് കോഫി എ ലോട്ട്. Am I right? Patient will say yes. So you can advise the patient, see, this is really important to stop taking coffee right now. Otherwise, reduce coffee intake. Coffee is inhibiting your iron intake. So patient will not accept it. In this card, patient will not accept it. The patient will say, this is the only solution for me to get happiness. I have lots of stress. അങ്ങനെ എന്തെങ്കിലും പേഷ്യൻ്റ് പറയും. ഇനി നമുക്ക് അതർ വേ ഇല്ല, പേഷ്യൻ്റ് റെഡിയല്ല. അപ്പം നമുക്ക് ഫൈനലായിട്ട് പറഞ്ഞു കൊടുക്കാം. സോ നമ്മളൊരു കോംപ്രമൈസിന് പോവുകയാണ്. സോ ഐ ക്യാൻ ടെൽ യു, യു ക്യാൻ ടേക്ക് അയൺ റിച്ച് ഫുഡ് ഫസ്റ്റ് ആൻഡ് യു ക്യാൻ ടേക്ക് ഈ കോഫി ആഫ്റ്റർ 1 hour. So it will reduce the inhibition of absorption of iron. In addition to that, you can take some vitamin C along with the enriched food. അപ്പോൾ ഈ ഒരു സജഷനാണ് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്. കാരണം പേഷ്യൻ്റ് കോഫി സ്റ്റോപ്പ് ചെയ്യാൻ റെഡി ആവുന്നില്ല. നമുക്കാണേലും ഓക്കെ നീ കോഫി റെഡ്യൂസ് ചെയ്യണം എന്നുള്ളൊരു ഇത് പറഞ്ഞു കൊടുക്കാൻ ഇല്ല. അങ്ങനെ ആൽക്കഹോള് അതുപോലെ തന്നെ മറ്റ് ഹാബിറ്റ്സൊക്കെ സ്റ്റോപ്പ് ചെയ്യണ മാതിരി ഇവിടെ പറയുന്നില്ല. നമ്മൾ രണ്ടും തമ്മിലുള്ള ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് എടുത്തോളാനാണ് പറയുന്നത്. അപ്പോൾ ഇത്രയുമേ ഉള്ളൂ കാർഡിനകത്ത്. അതിനുശേഷം നമുക്ക് ലാസ്റ്റ് പേഷ്യൻറ്റിനോട് ചോദിക്കാം. അപ്പോൾ പേഷ്യൻറ്റ് എഗ്രി ചെയ്യും. നമുക്ക് ഓക്കെ താങ്ക് യു സോ മച്ച് ഫോർ അക്സെപ്റ്റിംഗ് മൈ റിക്വസ്റ്റ് ഒക്കെ പറഞ്ഞതിന് ശേഷം നമുക്ക് കാർഡ് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, സോ കാർഡ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ സ്പീക്കിംഗ് കാർഡിൻ്റെ എക്സ്പ്ലനേഷൻ കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇൻഡിവിജ്വൽ അഡ്മിഷൻസിനായിട്ട് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് 4 മൊഡ്യൂളിൻ്റെയും ഇൻഡിവിജ്വൽ അറ്റൻഷൻ കിട്ടുന്നതായിരിക്കും. അഫോർഡബിൾ ആയിട്ടുള്ള ചാർജിലാണ് നമ്മൾ ഇൻഡിവിജ്വൽ ക്ലാസ്സസ് എടുത്ത് കൊടുക്കുന്നത്. സോ നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അൻറ്റിൽ ദെൻ ബൈ.